പൂരി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇതാ ഞാൻ ഒരു പാത്രത്തിൽ 2 കപ്പിൽ നിറച്ച് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ പൊടിപ്പിച്ച ഗോതമ്പായിക്കോട്ടെ അങ്ങനെ എടുത്തത്. 1/2 കപ്പ് മൈദ, 1/4 കപ്പ് റവ. ഇനി ഒരു പാത്രത്തിൽ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പും ചേർത്ത് നമ്മൾ ആദ്യം എടുത്ത് വെച്ച പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്യണേ. ഇനി ഇളം ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കുക. റവ ചേർക്കുന്നതൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. നന്നായി കുഴച്ചെടുക്കുക. ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി വീണ്ടും കുഴച്ചെടുക്കുക. നല്ല സ്മൂത്തായി കിട്ടണം, എന്നാലേ പൂരി ചുട്ടാൽ നന്നാവും. ഒരു 15-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂർ വെച്ചാൽ നല്ലതാണ് കേട്ടോ. പിന്നെ മുകളിൽ ലേശം വെളിച്ചെണ്ണ ഒന്ന് തടവി വെക്കുന്നുണ്ട്, ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അടച്ച് വെച്ച് ഇനി ചെറിയ ചെറിയ ബോളാക്കി പൂരി ഇതങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. ഞാനൊരു കവറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പ്രസ് ചെയ്യും. ഒരു പലക വെച്ചിട്ട് നിങ്ങൾക്ക് പ്ലേറ്റോ എന്ത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ശരിക്കും നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് മെല്ലനെ ഇങ്ങനെ തട്ടിക്കൊടുത്താൽ നല്ല ബോൾ പോലെ പൊങ്ങി വരും. നല്ല ക്രിസ്പിയായ പൂരി റെഡി. നല്ല ഗോൾഡൻ കളറാക്കിയിട്ട് എടുക്കണേ. ഞാനിതിന് കടലക്കറി കൂട്ടിയിട്ടാട്ടോ കഴിക്കുന്നത്. നല്ല അടിപൊളി പൂരിയും കടലക്കറി.